ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂനറൽ ബ്ലൂസ് റിട്ടൺ ബൈ W.H. Auden. The poem begins with the speaker making a series of urgent requests. Look at the poem. Stop all the clocks, cut off the telephone, prevent the dog from barking with a juicy bone, silence the pianos and with muffled drum, bring out the coffin, let the mourners come. Stop all the clocks. ഹിയർ നമ്മുടെ സ്പീക്കറിന് എല്ലാ ക്ലോക്സും നിർത്തലാക്കണം, എല്ലാ ടെലിഫോണും കട്ട് ഓഫ് ചെയ്യണം. ഇത് നടക്കണ കാര്യമാണോ? അല്ല. പക്ഷേ ഇവിടെ നമ്മുടെ സ്പീക്കറിന് അദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹൈപ്പർ ബലയ്ക്ക് ഒരു എക്സാമ്പിളാണ്. അതായത് പെരുപ്പിച്ച് കാണിക്കുക എന്ന് പറയില്ലേ, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലോക്സ് എന്നുള്ളത് നമുക്കിവിടെ രണ്ട് രീതിയിൽ എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലോക്കുകളുടെ ഒരു ടിക് ടിക് സൗണ്ട് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ ഒരു ടിക് ടിക് സൗണ്ടിൻ്റെ നോയിസ് അദ്ദേഹത്തിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമതായിട്ട് എടുക്കുന്നത് ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടൈമാണ്. ജനങ്ങൾ പല രീതിയിലും തിരക്കിലായിരിക്കും. അവരുടെ ബിസിനസ്സായിട്ട്, അവരുടെ ജോലി തിരക്ക്, അവരുടെ പഠനം, പല രീതിയിലും അവരൊക്കെ തിരക്കിലാണ്. സോ നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി വെക്കൂ, നിർത്തൂ എന്ന് പറയുകയാണ് ഇവിടെ. ആൻഡ് കട്ട് ഓഫ് ദ ടെലിഫോൺ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. സോ ഹി ഡസ് നോട്ട് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിവൺ. ഒരാളുമായിട്ട് നമ്മുടെ സ്പീക്കറിന് സംസാരിക്കേണ്ട. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു മോഡേൺ വേൾഡിനെ ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഇന്നോവേഷൻസ്, സ്പീച്ചൊക്കെയാണ് ആ ഒരു ടെലിഫോൺ എന്നുള്ളത് കൊണ്ട് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. പ്രിവെൻറ്റ് ദ ഡോഗ് ഫ്രം ബാർക്കിംഗ് വിത്ത് എ ജ്യൂസി ബോൾ. ആ ഡോഗിനെ കരയുന്നതിൽ നിന്ന്, ബാർക്കിങ് ചെയ്യുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തും, പ്രിവെൻറ്റ് ചെയ്യും. ആ ഒരു നാച്ചുറൽ സൗണ്ട് കൂടി നമ്മുടെ സ്പീക്കറിന് വളരെ ഡിസ്റ്റർബായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈലൻസ് ദ പിയാനോസ്. ഇപ്പം നമുക്ക് മ്യൂസിക്, ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും സന്തോഷമുള്ള സമയത്താണെങ്കിലും പല ആളുകൾക്കും മ്യൂസിക് കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടലുണ്ട്. പക്ഷെ നമ്മുടെ സ്പീക്കറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഹി ഡസ് നോട്ട് വാണ്ട് ടു സൗണ്ട് ഓഫ് പിയാനോസ് ഓർ മ്യൂസിക്. ആൻഡ് വിത്ത് മഫിൾഡ് ഡ്രം. ഹിയർ മഫിൾഡ് ഡ്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ഒരു ഫുഡ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും പറയാം, ഭയങ്കര സൗണ്ട് ഉണ്ടാവില്ലേ, ഭയങ്കര ലൗഡായിട്ടുള്ളത്, ആ സൗണ്ടുകളൊന്നും അദ്ദേഹത്തിന് വേണ്ട എന്നുള്ള രീതിയിലും പറയാം. അപ്പോൾ പിയാനോസ് വേണ്ട, അത്തരത്തിലുള്ള മഫിൾഡായിട്ടുള്ള ഡ്രം വേണ്ട, ഒന്നും വേണ്ട. ദെൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഡ്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുഡ് സ്റ്റെപ്സ് ആണ് എന്നുള്ളത് ആണെങ്കിൽ നെക്സ്റ്റ് ലൈനുമായിട്ട് നമുക്ക് കണക്റ്റഡ് ചെയ്യാം. ബ്രിങ് ഔട്ട് ദ കഫൻ. ആ ഒരു ശവപ്പെട്ടി കൊണ്ടുവരും. അപ്പോൾ ആ ശവപ്പെട്ടി കൊണ്ടുവരുന്നവരുടെ ആ ഒരു ഫുഡ് സ്റ്റെപ്സ് ആയിരിക്കാം അദ്ദേഹം ഇവിടെ ഡ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലെറ്റ് ദ മോണേഴ്സ് കം. വിലപിക്കുന്നവർ കടന്നു വരട്ടെ, സങ്കടപ്പെടുന്നവർ കടന്നു വരട്ടെ. ഹിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. സോ ആ മരണത്തിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളും പങ്കുചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഹി വാണ്ട്സ് ടു പീസ് and he wants to escape from all this kind of distraction. In this stanza, silence is the order of the day. ആ ദിവസത്തിൽ അദ്ദേഹത്തിന് വേണ്ടത് സൈലൻസ് ആണ്, പീസ് ആണ്. നെക്സ്റ്റ് സ്റ്റാൻസ. Let aeroplanes circle morning overhead, scribbling on the sky the message he is dead. Put creeps bows round with white necks of the public doves. Let the traffic policemen wear black cotton gloves. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കടമാണ്. എന്നാൽ അതുപോലെ അൺറീസണബിൾ ആയിട്ടുള്ള, അബ്സേർഡ് ആയിട്ടുള്ള, ഇല്ലോജിക്കൽ ആയിട്ടുള്ള റിക്വസ്റ്റാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് എയ്റോപ്ലെയിൻസ് ആകാശത്തിലൂടെ പറക്കലും. അപ്പോൾ അവിടെ സ്ക്രിബ്ലിങ് ചെയ്യാൻ, എന്ത് മെസ്സേജ് എഴുതാൻ, ഹി ഈസ് ഡെഡ്, അവൻ മരണപ്പെട്ടു പോയി. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ സ്പീക്കർക്ക് വേണ്ടത് എല്ലാവരും അറിയട്ടെ, നമ്മുടെ സ്പീക്കർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു മെസ്സേജ് എല്ലാവരെയും അറിയട്ടെ. ദ സ്പീക്കർ വാണ്ട്സ് ഓൾ ദ പീപ്പിൾ ആൻഡ് ഈവൻ അനിമൽസ് ദേ വാണ്ട് ടു മോർണിംഗ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരട്ടെ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. പുട്ട് ക്രീപ്സ് ബൗസ്. ക്രീപ്സ് എന്ന് പറയുന്ന ഒരു തരം വസ്ത്രമാണ്. റൗണ്ട് ദ വൈറ്റ് നെക്സ് ഓഫ് പബ്ലിക് ഡോവ്സ്. ഡോവ്സ് എന്ന് പറയുമ്പോൾ പ്രാവ്. പക്ഷേ ഇവിടെ പബ്ലിക് ഡോവ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പബ്ലിക് പീപ്പിളാണ്, ജനങ്ങളെയാണ്. ഓക്കെ, റെപ്രസെൻറ്റ്സ് പബ്ലിക്കാണ് കേട്ടോ. സോ ആളുകളൊക്കെ
ഒരു ക്രീപ്സ് ആയിട്ടുള്ള ബൗസ്, ഒരു വസ്ത്രം അവരുടെ നെക്കുകളിൽ ധരിക്കട്ടെ. ലെറ്റ് ദ ട്രാഫിക് പോലീസ്മാൻ വിയർ ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ്. അതേപോലെ ട്രാഫിക് പോലീസ്മാൻ അവരുടെ കൈകളിൽ എന്ത് ധരിക്കട്ടെ? ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ് ധരിക്കട്ടെ. ആ ബ്ലാക്ക് എന്നുള്ളത് ഡെത്തിന്, മരണം സിമ്പിൾ ചെയ്യുന്നതാണ്. അതായത് ഫോറിൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ എടുക്കും. സോ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ അദ്ദേഹത്തിൻ്റെ സാഡ്നെസ് ആണ് കാണിക്കുന്നത്. തേർഡ് സ്റ്റാൻസ നോക്കിക്കേ. ഹി വാസ് മൈ നോർത്ത്, മൈ സൗത്ത്, മൈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, മൈ വർക്കിംഗ് വീക്ക് ആൻഡ് മൈ സൺഡേ റെസ്റ്റ്, മൈ നൂൺ, മൈ മിഡ് നൈറ്റ്, മൈ ടോക്ക്, മൈ സോങ്. ഐ തോട്ട് ദാറ്റ് ലവ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. ഐ വാസ് റോങ്. ഒരു റൊമാൻറ്റിക് കോൺസെപ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സ്പീക്കർ എത്രത്തോളമാണ് ആ മരണപ്പെട്ട വ്യക്തിയെ സ്നേഹിച്ചിരുന്നത്, എങ്ങനെ ആയിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളതാണ് ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഓപ്പണിംഗ് ലൈൻ റെഫറൻസ് ചെയ്യുന്നത് അവൻ മരണപ്പെട്ടു പോയി, ഇനി താൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിച്ചും, ഏത് ഡയറക്ഷനിലൂടെ പോകും എന്നൊരു ചിന്ത അവനെ നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ സ്പീക്കറിന് പിടിപെട്ടിരിക്കുകയാണ്. ദ സ്പീക്കർ ഈസ് ലോസ്റ്റ്. ഫിസിക്കലി ആയിട്ട്, ഇമോഷണലായിട്ട് എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിത്തൗട്ട് ദെയർ പാർട്ട്ണർ എന്നുള്ളതാണ് ഈ ഒരു ലൈനിൽ ഇത് നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ മൈ വർക്കിംഗ് വീക്ക് ആൻഡ് മൈ സൺഡേ റെസ്റ്റ്. അതായത് മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു നമ്മുടെ സ്പീക്കറിന് ആ ഒരു മരണപ്പെട്ട വ്യക്തി എന്നുള്ളതാണ് ഇവിടെ. അതായത് ഇറ്റ് ഈസ് ദ നെറേറ്റേഴ്സ് വേ ഓഫ് സെയിങ് ദാറ്റ് ദിസ് പേഴ്സൺ മീൻ എവറിത്തിങ് ടു ദം. ദെൻ ദ തേർഡ് ലൈൻ, മൈ noon, my midnight, my talk, my song. I thought that love would last forever. I was wrong. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പരസ്പരം ഒരുപാട് സംസാരിച്ചിരുന്നു, പാട്ട് പാടുകൊടുത്തിരുന്നു. ഇനി അതൊന്നുമില്ല അല്ലേ. സോ ഇവിടെ ആ ഒരു ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് സൈലൻസ് ആണ് എന്നുള്ളതാണ്. ഐ തോട്ട് ദാറ്റ് ലവ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. ഐ വാസ് റോങ്. ഈ ഒരു ബന്ധം എല്ലാ കാലത്തേക്കുമുള്ളതാണ് എന്നുള്ളതാണ് കരുതിയത്. ശരിക്കും അവരുടെ സ്നേഹം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മരണമാണ് അവരെ ഈ ഒരു സ്നേഹത്തിൽ നിന്നും വേർപെട്ടു പോയത്. പക്ഷെ എന്നിരുന്നാലും അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷൻസ് ഇതിപ്പോഴും നിലനിൽക്കുന്നു. പക്ഷെ ഇപ്പോൾ അതെങ്ങനെയാണ്? ദുഃഖമാണ് അവരുടെ ആ ഒരു ഇമോഷൻ എന്നുള്ളത്. ഓക്കെ. ദെൻ ഫൈനൽ സ്റ്റാൻസ. ദ സ്റ്റാർസ് ആർ നോട്ട് വാണ്ടഡ് നൗ. പുട്ട് ഔട്ട് എവറി വൺ. Pack up the moon and dismantle the sun. Pour away the ocean and sweep up the woods. For nothing now can ever come to any good. Here the speaker can't enjoy the world. After the death of his beloved, അദ്ദേഹം പറയുകയാണ്, ഇനി എനിക്ക് ഈ ലോകം എനിക്ക് സന്തോഷിക്കാൻ സാധിക്കണമെന്നില്ല. സ്റ്റാർ ഇവിടെ സിമ്പിൾ ചെയ്യുന്നത് സിമ്പിൾ ഓഫ് ഹോപ്പ് ആൻഡ് ഗൈഡൻസ് ആണ്. ആൻഡ് സ്റ്റാറിന് അദ്ദേഹത്തിന് വേണ്ട. പുട്ട് ഔട്ട് എവരി വൺ. അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള പെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനൽ സ്റ്റാൻസ. ദ സ്റ്റാർസ് ആർ നോട്ട് വാണ്ടഡ് നൗ. പുട്ട് ഔട്ട് എവരി വൺ. പാക്ക് അപ്പ് ദ മൂൺ ആൻഡ് ഡിസ്മാൻഡിൽ ദ സൺ. pour away the ocean and sweep up the woods. For nothing now can ever come to any good. Here the speaker cannot enjoy the world after the death of his beloved. Okay. ദെൻ ദ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ ഹോപ്പ്, ഗൈഡൻസ് ഒക്കെ ആണ്. പക്ഷേ നമ്മുടെ സ്പീക്കറിന് സ്റ്റാർ വേണ്ട. ഹി ഡസ് നോട്ട് വാണ്ട് സ്റ്റാർസ് ഓർ ഹോപ്പ് ഓർ ഗൈഡൻസ്. ആ മരണത്തിന് ശേഷം അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷകളില്ല എന്നുള്ളതാണ്. പുട്ട് ഔട്ട് എവരി വൺ. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രീമായിട്ടുള്ള പെയിനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേക്കപ്പ് ദ മൂൺ. മൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൂണിനെ നോക്കുമ്പോൾ നമുക്ക് സന്തോഷം, പീസ് എല്ലാം നമ്മുടെ മൈൻഡിലൂടെ കടന്നു വരും. പക്ഷേ ഹിയർ അദ്ദേഹത്തിന് നമ്മുടെ സ്പീക്കറിന് അതൊന്നും വേണ്ട. ആൻഡ് ഡിസ്മാൻഡിൽ ദ സൺ. സണ്ണിനെ ടേക്ക് അവേ, കൊണ്ടുപോകും. പോർ അവേ ദ ഓഷ്യൻ. കടലിലെ വെള്ളം ഒഴുക്കിക്കളയൂ. ആൻഡ് ഡിസ്മാൻഡിൽ ദ സൺ ആൻഡ് സ്വീപ്പ് അപ്പ് ദ വുഡ്സ്. കാടിനെ തുടച്ചു നീക്കൂ. ഫോർ നത്തിങ് നൗ ക്യാൻ എവർ കം ടു എനി ഗുഡ്. ഒന്നിനും സ്റ്റാർ, മൂൺ, സൺ
ഓഷ്യൻ, വുഡ്സ്, നാച്ചുറൽ ബ്യൂട്ടി, ഇതിനൊന്നും എനിക്ക് നല്ലത് കൊണ്ടുവരാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള തിങ്കിങ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മീനിങ്ലെസ് ഓഫ് ഹിസ് ലൈഫ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ബിലോവ്ഡ് ഓർ ഹിസ് ബിലോവ്ഡ്. നമ്മുടെ സ്പീക്കറിന് അവരുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ജീവിതം തന്നെ ഒരു മീനിങ്ലെസ് ആയിട്ട് തോന്നിക്കുകയാണ്. ദെൻ അദ്ദേഹം പറയുകയാണ്, ഇനി തൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു നല്ലത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ പോമിലെ തീംസ് എന്ന് പറയുന്നത് ഡെത്ത്, ലവ്, ഗ്രീഫ് ആൻഡ് ഐസൊലേഷൻ. ദെൻ ഇതിൽ സിമ്പിൾസ് ആയിട്ട് വരുന്നത് ക്ലോക്കാണ്. ക്ലോക്ക് സിമ്പിൾ ചെയ്യുന്നത് ടൈമിനെയും നോയ്സിനെയും. ദെൻ ടെലഫോൺ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ അതുപോലെ മോഡേൺ വേൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിയാനോ ജോയ് സെലിബ്രേഷൻ. പിന്നെ ഡോഗ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് നാച്ചുറൽ പീസൊക്കെ പറയുന്നുണ്ട്. ദെൻ സ്റ്റാർ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ഹോപ്പ് ആൻഡ് ഗൈഡൻസ് ആണ്. ആ ഒരു ബ്ലാക്ക് ക്ലോത്തിങ്ങിനെ കാണിക്കുന്നത് മോർണിംഗ് ദുഃഖമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.